1688 ഇംഗ്ലണ്ടിലെ മഹത്തായ രക്തരഹിത വിപ്ലവ സമയത്ത് ഫ്രാൻസിലേക്കു പലായനം ചെയ്ത ഇംഗ്ലണ്ട് രാജാവാണ് ജെയിംസ് രണ്ടാമൻ. അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ്: ചാൾസ് രണ്ടാമൻ്റെ മരണത്തിനു ശേഷം ഇംഗ്ലണ്ട് ഭരിച്ച രാജാവാണ് ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമൻ്റെ ഭരണം സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. ഇംഗ്ലണ്ടിലെ ഭരണം പഴയതുപോലെ ആവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റ് ജെയിംസ് രണ്ടാമൻ്റെ പുത്രി മേരിയെയും ഭർത്താവ് വില്യംസിനെയും വിളിച്ചു വരുത്തിയിരുന്നു. ഇതേ തുടർന്ന് ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ: മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൽ നിന്നും നേരിടേണ്ടി വന്ന ചൂഷണങ്ങൾക്കെതിരായുള്ള അമേരിക്കൻ കോളനിക്കാരുടെ പോരാട്ടത്തിനു പ്രധാന പിന്തുണ നൽകിയ രാജ്യം? ഓപ്ഷൻ എ ഹോളണ്ട്, ബി സ്പെയിൻ, സി ഫ്രാൻസ്, ഡി ഇറ്റലി. ആൻസർ ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. അതിൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റ്സ്: ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുണ്ടായ സപ്തവത്സര യുദ്ധം 1756 മുതൽ 1763 വരെ നീണ്ടുനിന്നു. ഈ യുദ്ധത്തിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ കീഴടക്കി. യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിനു കാരണം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ തോമസ് ജെഫേഴ്സൺ, ബി ജോൺ ആഡം, സി ജെയിംസ് ഓട്ടിസ്, ഡി തോമസ് പെയിൻ. ആൻസർ ജെയിംസ് ഓട്ടിസ് ആണ്. ഇതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ്: നികുതി കൊണ്ടും വാണിജ്യ നയങ്ങൾ കൊണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഭരണനയമാണ് ഇംഗ്ലണ്ട് പിന്തുടർന്നത്. കോളനികളിലെ ജനങ്ങളുടെ മാതൃരാജ്യം ഇംഗ്ലണ്ട് ആയിരുന്നുവെങ്കിലും ഇവർക്ക് ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൽ അംഗത്വമുണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ടിലെ അസംസ്കൃത വസ്തുക്കൾ വിൽക്കാനും ന്യായമല്ലാത്ത രീതിയിൽ കോളനികളിൽ നിർമ്മിക്കുന്ന സാമഗ്രികൾ വാങ്ങിക്കൂട്ടാനും മാത്രമായിരുന്നു ലക്ഷ്യം. ഈ നയത്തിനെതിരെ അമേരിക്കയിലെ ബ്രിട്ടീഷ് കോളനികളിലുള്ളവർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ വിപ്ലവം. അടുത്ത ക്വസ്റ്റ്യൻ: 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സംഘടിപ്പിച്ചത് എവിടെ? ഓപ്ഷൻ എ ന്യൂജേഴ്സി, ഓപ്ഷൻ ബി സൗത്ത് കരോലിന, ഓപ്ഷൻ സി ഫിലാഡൽഫിയ, ഡി പെൻസിൽവാനിയ. ആൻസർ ഫിലാഡൽഫിയ ആണ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ്: രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1775 ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ തലവനായി പ്രഖ്യാപിച്ച വർഷം കൂടിയാണ് 1775. അമേരിക്കൻ ഐക്യനാടുകളുടെ തലവൻ എന്നാണ് ജോർജ് വാഷിംഗ്ടൺ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയതെന്ന്? ഓപ്ഷൻ എ 1776 ജനുവരി 4, ഓപ്ഷൻ ബി 1776 ജൂൺ 4, ഓപ്ഷൻ സി 1776 ജൂലൈ 4, ഓപ്ഷൻ ഡി 1776 ജൂൺ 6. ഇതിൻ്റെ ഓപ്ഷൻ സി ആണ്. 1776 ജൂലൈ 4 ആൻസർ. ഇതിൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റ്സ്: അമേരിക്കൻ സ്വതന്ത്ര സമര പ്രഖ്യാപനം തയ്യാറാക്കിയവർ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അമേരിക്കയുടെ സ്വതന്ത്ര പ്രസ്താവനയിലൂടെ ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധം അവസാനിച്ചത് 1781. ബ്രിട്ടീഷുകാർ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ്. 1783 പാരീസ് ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ: ഇവയിൽ നാസിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഥവാ സംഭവങ്ങൾ എന്തെല്ലാം? കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കരിങ്കുപ്പായക്കാർ, ഗെസ്റ്റപ്പോ, ഹോളോകോസ്റ്റ്, തവിട്ടുകുപ്പായക്കാർ. ഇതിൽ ഓപ്ഷൻ എ 1, 2, 3, ബി 2, 3, 4, സി 1, 2, ഡി 2, 4. ഇതിൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റ്സ്: ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്ക് തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതരാണെന്ന് ആരോപിച്ച ഹിറ്റ്ലർ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഇത് ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്നു. ഇതിനായി തവിട്ടുകുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട് എന്ന സൈന്യത്തിനും ഗെസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സംഘത്തിനും രൂപം നൽകി. ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കിയ സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ. ആര്യന്മാരാണ് ലോകത്തെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. നാസി പാർട്ടി ഒഴികെയുള്ള പാർട്ടികളെ ഹിറ്റ്ലർ നിരോധിച്ചു. തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ: യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു, പക്ഷേ അത് ജനങ്ങളുടെ മനസ്സിലായിരുന്നു എന്ന് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാര്? ഓപ്ഷൻ എ തോമസ് പെയിൻ, ബി സാമുവൽ ആഡംസ്, സി ജോൺ ആഡംസ്, സി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആൻസർ ജോൺ ആഡംസ് ആണ്. അതിൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റ്സ്: US രണ്ടാമത്തെ പ്രസിഡന്റും ആദ്യ വൈസ് പ്രസിഡന്റുമാണ് ജോൺ ആഡംസ്. 1787 ലണ്ടനിൽ ഇദ്ദേഹം US ഭരണഘടനയെക്കുറിച്ച് എ ഡിഫൻസ് ഓഫ് ദി
കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. കോളനികൾക്കും സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം റിച്ചർഡ് ഹെൻറില അവതരിപ്പിച്ചപ്പോൾ അതിനെ പിന്താങ്ങിയത് ആഡംസ് ആയിരുന്നു.